റോക്കറ്റ് വെടി. എലിവാണ്. ന്യൂ ജനറേഷൻ പിള്ളേർ എന്റെ പേര് ചേർത്തല്ലേ വിളിക്കണം. എന്ത് പേരാണ്? മലവാണോ? ഞാൻ വന്ന് ശിവകാശി. ഞാൻ വന്ന് റോക്കറ്റ്. ഇതാണ് എന്റെ പടക്ക കട. കടപ്പാക്കട. നല്ല കച്ചവടം ഉണ്ടാവണേ, പടക്കം വാടാതിരിക്കാൻ. ചെമ്പക പൂങ്കാട്ടിലെ. അപ്പൊ ഈ സീനിൽ പപ്പു വേണ്ടേ? പശുവിനെ കറക്കുക. എവിടെ? പശു പഞ്ചറാണെന്ന് തോന്നുന്നു. ഇത് കേസ് കൊടുക്കണം. കയ്യില് വന്നോ? ഒരു അമുണ്ടെടുത്ത് എന്നെ നെഞ്ചിൽ വെച്ച് मुझसे नैना लगाई मोरे श्याम रसिया, मुझसे नैना लगाई मोरे श्याम रसिया, नैना लगाई मुझसे नैना लगाई, मुझसे नैना लगाई मोरी निंदिया गवाई, मुझसे नैना लगाई मोरे श्याम रसिया, मुझसे नैना प्रियनुरा എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടില്ലേ, ചാന്ത് തൊട്ടില്ലേ. നമ്മളെ നീ എന്താണ് പടക്കെടുത്തെറിഞ്ഞിട്ട് ഒന്നും പൊട്ടിയില്ലല്ലോ? അല്ലടാ, ബാക്കിൽ ഇരുന്ന 10 പടക്കിൽ വലുത് അത് കൊളുത്തിട്ട് കത്തല്ല. ഈശ്വര, സമൂസ എടുത്ത് കത്തിച്ചെറിഞ്ഞു. കഴിക്കാനൊന്നും ഇല്ലേ? അതിലാകെ 10 സമൂസ ഉണ്ടായിരുന്നു. ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ദീപാവലിയായിട്ട്? അപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഞാൻ പുട്ടുണ്ടാക്കി. ആണോ? കറുത്ത കളർ ഇരിക്കുന്നത്. ഈശ്വര, വെടിമരുന്നെടുത്ത് പുട്ടുണ്ടാക്കി. അപ്പൊ ഇന്ന് വലിയ പാമ്പുളി കിട്ടും. അത് അനാക്കോണ്ട കണക്ക് പോകും കൊടുത്തുമ്പോ. ദീപാവലിക്ക് ഭക്ഷണത്തിനല്ല പ്രാധാന്യം, ദീപത്തിനും സന്തോഷത്തിനും ലൈറ്റ്സിനുമാണ്. ദീപവും ലൈറ്റ്സും ഒന്ന് തന്നെയാണോ? വേറെ വേറെ. കാസർഗോഡിന്റെ അവസ്ഥയൊക്കെ എനിക്കറിയില്ല. നമ്മുടെ അവിടെയൊക്കെ ദീപവും ലൈറ്റ്സും ഒക്കെ ഒന്ന് തന്നെയാണ്. അതെ. പണ്ട് ദീപാവലിയുടെ തലേദിവസം എല്ലാ വീട്ടിലും ഭയങ്കര. പണ്ടെന്ന് പറയുമ്പോ 1900. പണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, 20 വർഷം മുമ്പ്. അപ്പൊ ഈ എല്ലാ വീട്ടിലും പടക്കം കത്തിക്കുമ്പോ നമുക്കൊന്നും ഇല്ല അത് മേടിക്കാൻ. ഭയങ്കര സത്യം. ഇല്ല, നമ്മളെല്ലാം അതിന് പൈസ ഇല്ലല്ലോ, വെറുതെ കളയാണ്. ആൾക്കാർ കത്തിക്കുന്നു. പക്ഷെ എന്റെ മോൾ ഇതിന്റെ എതിരാണ്. പടക്കം പൊട്ടിക്കില്ലെന്ന് പറയും. മോള് കത്തിക്കാൻ സമ്മതിക്കില്ല. സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിൽ പൊല്യൂഷൻ ആണ്, എയർ പൊല്യൂഷൻ ആണ്, പിന്നെ പെറ്റ്സിന് വേണ്ടി നല്ലതല്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല, വരാൻ പോണ തലമുറയ്ക്ക് നല്ല ശ്വാസം, ബ്രീതിങ്, അങ്ങനെയൊക്കെ എല്ലാം നമ്മളെ ഉപദേശിക്കും. പണ്ട് ദീപാവലിക്ക് തോക്ക് മേടിക്കുമായിരുന്നു, തോക്കും പൊട്ടാസും. അതില്ലായിരുന്നു നമുക്ക്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ? 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5 € പൊട്ടാസ് കിട്ടും. ഇതിട്ടിട്ട് നെട്ടും ബോൾട്ടും ഇല്ല വെച്ച്, നെട്ടും ബോൾട്ടും. അത് നമ്മുടെ അല്ല, അതിങ്ങനെ തിരുകിയിട്ട് അതിന്റെ ഇടയിൽ പൊട്ടാസ് വെച്ചിട്ട് ഇത് തിരിച്ചിട്ട് ചെവറിലെറിയുമ്പോ സത്യം. അതുപോലെ പണ്ട് എന്റെ മാമനൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഈ പടക്കുന്ന മേടിക്കാൻ പൈസ. മാമൻ പറഞ്ഞൊന്നുമല്ല, നിങ്ങളുടെ അല്ല, ഞാൻ എന്റെ സമയത്തൊക്കെ പടക്കൊക്കെ മേടിക്കാൻ പൈസ ഉണ്ട്. അല്ല, ഞാൻ അവര് പറഞ്ഞു കേട്ടില്ല. അതായത് അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിലും അവിടെയൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കൂലേ? അപ്പൊ ഇവിടെയും പടക്ക് പൊട്ടിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഈ ചെറിയ കസേരയില്ലേ, അതില് വാഴയുടെ കൈയില്ലേ, അതെടുത്ത് അടിക്കുമ്പോ പടക്ക് പോലെ ശബ്ദം കേൾക്കണം. അങ്ങനെ ശബ്ദം. നമ്മുടെ സമയത്താണെങ്കിൽ ഈ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലേക്ക് പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. ഈ പടക്കിന്റെ ശബ്ദം പട്ടിക്കും പശുവിനും ഭയങ്കര പേടി. അങ്ങനെ ഞങ്ങൾ പടക്ക് പൊട്ടിച്ച് നാട്ടിലെ 7 or 8 പട്ടി നാട് വിട്ടു പോയി. പശു 2-3 പശു പൊട്ടിച്ചോണ്ട് പോയി. ഇങ്ങനെ കുറെ പ്രശ്നം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ ജംഗ്ഷനിലാക്കി. അവർക്കായല്ല പരാതി. ശരി, നമുക്കൊന്ന് കാസർഗോഡ് വരെ പോയി വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ചേരട്ട വെടി. നമ്മള് ചക്രം എന്നാ പറയാ. ചേരട്ട വെടി എന്ന് വെച്ചെന്താണത്? അതിങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ പോലുള്ള സാധനം, ചുമന്ന കളറിൽ. മതി, മനസ്സിലായി. ശരി, അത് ഉരുണ്ട ഇതുപോലെ ഇരിക്കുമല്ലോ. അത് കത്തിക്കുമ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിങ്ങനെ
ആ തറച്ചക്രം തറച്ചക്രം നെക്സ്റ്റ് പിന്നെ മറ്റേ റോക്കറ്റ് വെടി നമ്മൾ ഇവിടെ എലിവാണം. അപ്പുറത്ത് എലിവാണ് ഞങ്ങളുടെ അവിടെ എലിവാണ് എലിവാണം ചേച്ചി ഇല്ല പറ നമ്മുടെ അവിടെ അതിനെ എന്താണ് അതിന് നേരെ പറ. അത് കറക്റ്റ് ആണ്. മാലപ്പടക്കം. എടി ഞങ്ങളുടെ ഇവിടെ അതിനെ അങ്ങനെ പറയണേ. ശരിക്കും ദീപാവലി എന്ന് പറയുന്നത് എന്താണ്? ദീപാവലി എന്നത് ദീപങ്ങളുടെ ആഘോഷം. അതായത് അല്ല, മറ്റേ ഹിസ്റ്ററി ആ. രാമൻ തിരിച്ച് വരുമ്പോ അതൊരു ആഘോഷമായിട്ട് സെലിബ്രേഷൻ ആയിട്ടാണ്. മീൻസ് Candles ഒക്കെ കത്തിച്ചിട്ട്. ഗുഡ് ഹാസ് റൂൾഡ് ഓവർ ദ ഇവിൽ. ആ രീതിയാണ് മീനിങ്. അതാണോ ഈ മഹിഷാസുരനെ വധിച്ചിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണോ? അതന്നെയാണ്. അതൊരു സെയിം അല്ലേ? പല ഐതിഹ്യങ്ങളും ഉണ്ട്. എനിക്ക് ഇതില് ഡൗട്ട് ഉണ്ട്. ഇത് മഹിഷാസുരനാണോ രാവണനാണോ? ഒരുപാട് സ്ഥലത്ത് ഈ ഐതിഹ്യങ്ങൾ ആണല്ലേ? മാറി മാറി നരകാസുരൻ. അല്ല അങ്ങനെ കുറെ ഉണ്ടാവും. പക്ഷെ എന്തായാലും ഇതൊരു ആഘോഷത്തിന്റെ മൂടാണ്. ബേസിക്കലി വിക്ടറിന്റെ ഒരു ഇതാണ്, ഒരു ആഘോഷമാണ്. മീൻസ് നമ്മള് മോശമായ സാധനങ്ങൾ കത്തിച്ച് ഗുഡായി ഒരു രീതിയിൽ തിരിച്ചു വരുന്നു. കളയുന്നു. ആരുടെ ടീം ആരുടെ പെർഫോമൻസ് എങ്ങനെ എന്തെന്നുള്ളതും കൂടെ എനിക്ക് അറിയാം. ഞങ്ങളുടെ പെർഫോമൻസ് ആദ്യത്തെ ഐറ്റം. അത് ദീപാവലി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് അങ്ങോട്ടല്ല. അല്ല അത് മാത്രമല്ല ഞങ്ങൾക്ക് കുറച്ച് പടക്കം ഇതൊക്കെ വരാറുണ്ട്. അതുകൂടെ കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ അല്ല, ദീപാവലിക്ക് സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ തെക്കേക്കര അതങ്ങ് ഏറ്റെടുത്ത് എന്നാന്ന് അറിയോ? പൊലിപ്പിക്കാൻ പോകും. എന്നാന്നറിയോ? എന്തായാലും ഞങ്ങൾ പൊലിപ്പിക്കും. പറയോ. എന്താന്ന് പറയൂ. അതായത് നമ്മളിപ്പോ കണ്ടില്ലേ ഇപ്പം പടക്കങ്ങൾ. അതെ പടക്കങ്ങൾ സംസാരിക്കുന്നു. അനന്തപത്രത്തിൽ പറയുന്ന പോലെ ദീപങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പറയുന്നത് എന്ത് കോമഡി. അവരുടെ ഇടയിൽ എന്തൊക്കെയാണ് സംസാരങ്ങൾ, അവരുടെ ആ ഒരു മ്യൂസിക്കൽ നോബി നല്ല കോൺസെപ്റ്റ്. 3 ദിവസം ഇരുന്ന് എഴുതിയാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നോബി ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കൂ ചേട്ടാ, നമ്മള് പടക്കം തീ കൊളുത്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവരെ കൊല്ലാന്ന് അർത്ഥം. ഇവര് തീ കൊളുത്തി മരിക്കണതാണല്ലോ നമ്മൾ ഒച്ചയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അവരുടെ സങ്കടമാണ് നമ്മൾ. അല്ല അങ്ങനെയൊന്നുമില്ല. തീ കൊളുത്തുമ്പോ അവര് ആഘോഷമായിട്ട് സന്തോഷിച്ചിട്ട് അവര് ആഹ്ലാദിക്കാണ്. എന്റെ പൊല്ലു ചേച്ചി ചേച്ചിയല്ല ആരെങ്കിലും ഇതൊക്കെ മൈൻഡ് ചെയ്യൂ. ചക്രം സംഭവം നമ്മൾ പടക്കങ്ങളാണ്. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചേ സംസാരിക്കാവൂ. ചീറ്റാൻ സാധ്യത കൂടുതലാണ്. അറിയാലോ നിന്റെ മൂത്താന്തൊരു വിഷമം എനിക്കറിയത്തില്ല. ഒന്നാമത് എനിക്ക് തലകറക്കത്തിന്റെ പ്രശ്നമുള്ള ആളാ. അത് തന്നെയല്ല, മൂട്ടി തിരികൊളുത്തി കറക്കി വിടുമ്പോഴത്തേനും ആ അവസ്ഥ ഓർത്ത് എന്റെ തല മൊത്തം ഇവിടെ നിന്ന് കറങ്ങും. എടാ, എന്റെ അവസ്ഥ നിനക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. എന്താടാ? കൊളുത്തുമ്പോൾ കൂടെ കൊളുത്താൻ 1000 കൈകൾ വരും, കറങ്ങുമ്പോൾ കൂടെ കറങ്ങാൻ എന്നിഴൽ മാത്രം വരും, എന്നിഴൽ മാത്രം വരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിന്നെ ആൾക്കാരെ കറക്കി വിട്ടാലും ഉണ്ടാ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവര് സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ ഞാനാകെ ഡള്ളാണ്. എന്താടാ? എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആണ്. എന്താടാ എന്റെ പേര് നിനക്കറിയാലോ? നിന്റെ പേര് തറച്ചക്രം. ആ തറച്ചക്രം. ആ പേരിൽ ഒരു ബലമില്ല, ഇത് നിലവാരമില്ല. തറച്ചക്രായോണ്ട്. അതെ അതെ. പക്ഷെ നിന്റെ പേര് പൂക്കുറ്റി. പൂക്കുറ്റി സാധാ പൂക്കുറ്റി അല്ല, ഓസ്കാർ ലെവലാണ്. ഓസ്കാർ. അങ്ങനെ പൂക്കുറ്റിക്ക് ഓസ്കാർ എപ്പോഴാ കിട്ടിയേ? കേട്ടിട്ടില്ല? റസൂൽ പൂക്കുറ്റി. അത് പൂക്കുറ്റി. അത് റസൂൽ പൂക്കുറ്റി. ഇത് വെറും പൂക്കുറ്റി. അത് വേ, ഇത് റേ. പക്ഷെ വേറെ കാര്യമുണ്ട്, നിന്റെ ടീമുകൾ നിന്റെ കമ്പനിക്കാർ ഇങ്ങനെ കറങ്ങിയിട്ട് കുറച്ചു നേരം കറങ്ങിട്ട് അങ്ങ് നിൽക്കും. എന്താണ് അങ്ങനെ ആയിപ്പോയത്? അത് മൂഡ് ശരിയല്ലാത്തോണ്ട്. എടാ, അതായത് ഈ പ്രതലം, ഈ കത്തിച്ചു വിടുന്ന പ്രതലമില്ലേ, ആ പ്രതലം നല്ലതാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് കറങ്ങും. പിന്നെ കത്തിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ എങ്ങനെ അങ്ങനെ കറങ്ങി 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 ആ ഭിത്തിയെ പോയി തലയിടിച്ച് വീണ്ടും കറങ്ങി 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 ഈ ഭിത്തിയെ പോയി തലയിടിച്ച് അങ്ങനെ കറങ്ങി മറിഞ്ഞ് പിള്ളേരുടെ കാലിന്റെ ഇടയിൽ കൂടെ കയറി, ഏട്ടന്മാരുടെ മുണ്ടിന്റെ ഇടയിൽ കൂടെ കയറി, ബാത്റൂമിൽ ചെന്ന് അടുക്കളയിൽ ചെന്ന് കറങ്ങി 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 കറങ്ങി. നിന്റെ കറക്കം ഇതുവരെ തീർന്നില്ലേ? തീ പോയാലും ഞങ്ങൾ ഇങ്ങനെ കറങ്ങി. അത് ശരിയാ. എന്നാ സ്റ്റൈലാണ് അവന്റെ വരവ്. ഹലോ, വേണം
ഇത്രയും ബിൽഡപ്പ് മ്യൂസിക്കും സ്ലോ മോഷനിൽ വന്നിട്ടും നിനക്ക് വാണമല്ലേ? എടാ ഞാനാണ് റോക്കറ്റ്. നമ്മളെ പാരമ്പര്യത്തെ കുറിച്ചും പരമ്പരയെ കുറിച്ചും നിനക്ക് അറിഞ്ഞൂടല്ലേ? ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് ബഹിരാകാശത്ത് കൊണ്ടടാ പിടി. ഇവിടുന്ന് കത്തിച്ചു വിട്ട് അവിടെ ഒരു പിടിയില്ലാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവനാണ് ബഹിരാകാശത്ത് പിടിയുള്ളത്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കി, എത്രയൊക്കെ പറഞ്ഞാലും നീയൊക്കെ ഈ തറയെ കിടന്നിട്ട് ടപ്പോ ടിക്കോ നടന്ന് പൊട്ടും. ഞാൻ ആകാശത്ത് പറക്കും, ബഹിരാകാശത്ത് പോയി പൊട്ടോടാ ഞാൻ. ഇവന്റെ പറച്ചിൽ കേട്ടാ വിചാരിക്കും മറ്റേ തുമ്പ അവിടെ നിന്നില്ലേ, റോക്കറ്റ് വിഷയമാണ്. അവിടെ നിന്ന് ഇങ്ങനെ 3, 2, 1, 0 എന്തുവാടാ ഇത് കൗണ്ട് പറഞ്ഞതാണ്. ഇവിടെ കൗണ്ടല്ല വേണ്ടത്, കൗണ്ടറാണ് വേണ്ടത്. അതാണ് പറയാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ പൊട്ടുന്ന സംഭവം അല്ലല്ലോ നീ. വെറും മറ്റേ ബിയർ കുപ്പിക്കകത്തും റമ്മന്റെ കുപ്പിക്കകത്തും കത്തിച്ച് വിടുന്ന ടീമല്ലേ നീ? അതെ അതെ. എടാ ഇവൻ പറഞ്ഞ സത്യമാണ് കേട്ടാ. എന്റെ വകയിലൊരു അമ്മാവൻ കുറച്ച് പിള്ളേര് വിളിച്ചോണ്ട് പോയിട്ട് ഒരു മാട്ട റമ്മിന്റെ കുപ്പിയിൽ വെച്ച് പൊട്ടിച്ചു. ഇങ്ങനെ പോയ പോക്ക് ദിക്കും ലഗാനും ഇല്ലാതെ തെറിച്ച് കറങ്ങി അടിച്ച് ഇപ്പൊ നമ്മുടെ ജംഗ്ഷനിൽ ആൽമരത്തി ഇങ്ങനെ തൂങ്ങി കിടക്കുവായി. റമ്മിന്റെ പേരെന്നാ മോനെ? റമ്മിന്റെ പേരറിഞ്ഞു, പക്ഷെ മാമന്റെ പേര് ദിവാകരൻ. വേറെ കേസ് ഉണ്ട്. ഇവന് കുപ്പിയാണ് വിഷയമെങ്കിൽ നീ കുടിയന്മാരാണ് വിഷയം. ഇമാരൊക്കെ എന്റെ പേരില്ലാതൊക്കെയാണ്. ഇമാര് കുടിച്ചു കഴിഞ്ഞാൽ പറയും അടിച്ച് പൂക്കുറ്റിയായിട്ടിരിക്കണം. നമ്മളെന്ത് സഹിച്ചടേ? അതാണ്. എടാ നിനക്ക് മാത്രമല്ല എന്റെ പേരിലും ദോഷമുണ്ട്. എന്ത് ദോഷം? ഇപ്പൊ ഈ യൂട്യൂബിലും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ എണ്ണം കിടന്ന് ഈ കാക്കാൻ പൂച്ചി കാണിക്കൂലേ, അതിനൊക്കെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ എന്റെ പേര് ചേർത്തല്ലേ വിളിക്കണം. എന്ത് പേരാണ്? മലവാണോ ഒന്ന്. നിന്റെ ആശാൻ പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചില്ലേ? അയ്യോ അങ്ങേരിപ്പം ഈ വർഷത്തെ ദീപാവലിക്ക് പുതിയൊരു കണ്ടുപിടുത്തം നടത്തി. എന്തൊന്ന്? പൂച്ചവാണം. പൂച്ചവാണോ? ഓ അതൊന്നു. ഈ പൂച്ചവാണം എലിവാണത്തിന്റെ പുറകെ പോവും. അതെങ്ങനെ മനസ്സിലായില്ല? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു കുപ്പിയിൽ വെച്ചിട്ട് 2 വാണങ്ങളും കൂടെ കൊളുത്തണം. ആദ്യം പോയി പൊട്ടുന്നത് എലിവാണം. ഇതിന്റെ പിറകെ നിന്നെ കൊല്ലോടാന്ന് പറഞ്ഞോണ്ട് മ്യാവും 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 എന്ന് പറഞ്ഞ് പോയി പൊട്ടണത് പൂച്ചവാണം. ഓ അതാണ് സംഭവം. പക്ഷെ വേറെ കേസുണ്ട്. നമ്മുടെ മാലപ്പടക്കം ഇല്ലേ, ഇവ ആള് ശരിയല്ല. ഇവന് ഭയങ്കര ജാട. ഇവന് എന്തോ ജാട? മാലപ്പടക്കത്തിന് ഭയങ്കര ജാടയാണ്. ജാടത് കാര്യം എന്ത്? കാരണം നമ്മളെ വൻമാനുഷയാണ്. ഒറ്റയ്ക്ക് തന്നെ പൊട്ടണത്. ഇവൻ ഗ്രൂപ്പായിട്ട് തന്നെ പൊട്ടണത്. അതിന്റെ ഒരു ജാട അവനുണ്ട്. പക്ഷെ എന്നാ ജാടയൊക്കെയാന്ന് പറഞ്ഞാൽ അവനെ കെട്ടിയിടുന്ന എന്നാന്നറിയോ? തെങ്ങിന്റെ മൂട്ടിലും പ്ലാവിന്റെ കമ്പയിലും ഒക്കെ. നമ്മളൊക്കെ നല്ല വീട്ടിലെ ടൈലിൽ കിടന്ന കറങ്ങുന്നേ. അല്ല എത്ര ഈ കൂടുതൽ ജാടയൊന്നും കാണിക്കട്ടെ, ഈ മാലപ്പടക്കം വലിയ ജാടയൊന്നും കാണിക്കണ്ട. കഴിഞ്ഞ മാസം ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു പാർട്ടിക്കാരെ ഈ മാലപ്പടക്കത്തിന് മേടിച്ച് തെങ്ങിലും മാവിലും പോസ്റ്റിലുള്ള അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കെട്ടി. പുള്ളി ഷൈൻ ചെയ്ത് തിളങ്ങി നിൽക്കുവാ ജംഗ്ഷനിൽ. ഈ വേടിച്ച് കെട്ടിയ പാർട്ടിക്കാർ പൊട്ടി. അവസാനം ജയിച്ച പാർട്ടിക്കാർ പകുതി പൈസക്ക് വേടിച്ച് ചമ്മിനാർ നിന്ന മാലപ്പടക്കത്തിനെ കൊളുത്തി. ഓ ഇവ നാണം കെട്ട് എന്നൊരു ചീറ്റലും പൊട്ടലും ഉണ്ടായിരുന്നു. ടിപ്പോ ടിപ്പോ ടകടകട്ടോ ടിട്ടോ ടിട്ടോ ടിക്കി. ഞാൻ വേറെ കേസ് പറയാം. നമ്മൾ ഇവിടെ ഇങ്ങനെ പൊട്ടുന്നുണ്ടല്ലോ. അങ്ങ് അമേരിക്കയിൽ ഇലക്ട്രോണിക് പടക്കമാണ്. ഇലക്ട്രോണിക് പടക്കം പിന്നെ കറണ്ടാണ്. ഇലക്ട്രോണിക്കിലെ പടക്കം ഉണ്ടല്ലോ, ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടും. ഇവിടെ കണ്ട അജീഷ് വെച്ചിങ്ങനെ പടക്കം കണ്ട, ഇതന്നെ ഇലക്ട്രോണിക് ആണ്. ചുമ്മാ ഇങ്ങനെ ബസറ മൃതിയാൽ മതി, അപ്പൊ തന്നെ ഇങ്ങ് പൊട്ടും. കൗണ്ടർ അടിച്ചാൽ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ കൗണ്ടർ അടിച്ചില്ലെങ്കിൽ വെളിയിട്ട് നമ്മളെ കത്തിക്കും. നമുക്ക് ബ്രാൻഡ് അംബാസഡർ ഇല്ല. വേണം പടക്കങ്ങൾക്ക് ബ്രാൻഡ് അംബാസഡർ ഇല്ല. വേണം, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു ബ്രാൻഡ് അംബാസഡറിന്റെ പേര് പറയാം. പറ. സലീം കുമാർ. സലീം കുമാർ നല്ലതാ. കാര്യം പുള്ളി പറയാൻ കേട്ടിട്ടില്ലേ, പടക്കങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. അടിപൊളി, പുള്ളി മതി. സലീം കുമാർ. പക്ഷേ എന്റെ അഭിപ്രായത്തില് സലീം കുമാർ ഏട്ടൻ കുഴപ്പമില്ല. എന്നാലും എന്റെ അഭിപ്രായം ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ. പുള്ളി ആകുമ്പോ വെടിക്കെട്ടെന്ന് പറഞ്ഞ സിനിമ ഇറക്കുന്നുണ്ട്, അതിന്റെ അകത്ത് മൊത്തം വെടിക്കെട്ടാ. ആ പുള്ളിയാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. എന്റെ അഭിപ്രായത്തിൽ സ്റ്റീഫൻ ദേവസിയാണ് നമ്മളെ ബ്രാൻഡ് അംബാസിഡർ. സ്റ്റീഫൻ ദേവസി പുള്ളിയുടെ ഷോയിൽ പുള്ളിയുടെ കീറ്റാറിന്റെ അറ്റത്ത് ഒരു ചീപ്പരി വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഷോ ഉണ്ട്. അല്ലേ അങ്ങനെ നമ്മൾ വെച്ചിട്ടല്ലേ ഷോ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സ്റ്റീഫൻ ദേവസ്യ. അടിപൊളി. അതെന്തോന്നു? ചെറിയൊരു തരിപ്പ് മിച്ചം കിടന്ന എന്താണ്? ആ തരിപ്പിന്റെ കമ്പി പൊട്ടാണ്ട്. കമ്പി എല്ലാം ഞാൻ പൊട്ടിച്ച് കളയും. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വർഷത്തെ ദീപാവലിക്ക് കുറച്ച് വെറൈറ്റി വേണം. ഞാൻ വെറൈറ്റിയാണ്. ഞാൻ ഒറ്റ കളറിലാണ് പൊട്ടണത്. ഞാൻ 3 കളറിൽ പൊട്ടും. എന്റെ ആശാൻ അങ്ങനെ മഞ്ഞ, നീല, കിളിപ്പച്ച, അങ്ങനെ ഞാൻ പൊട്ടും. ഇതൊക്കെ എന്തോന്ന് വെറൈറ്റി? എന്റെ ആശാന്റെ വെറൈറ്റി ആയിരുന്നു വെറൈറ്റി. ആശാന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം. കമ്പത്തിന് വിളിച്ചത് ആശാന്. ആശാൻ ചെന്നിട്ട് ഗുണ്ട് കൊളുത്തുന്നു, ഗുണ്ട് മേളിൽ പോയി പൊട്ടുന്നു. 6 സ്ത്രീകൾ നിന്ന് തിരുവാതിര കളിച്ച് താഴേക്ക് വരും. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ പെരുന്നാളിന് ആശാനെ വിളിക്കുന്നു, ആശാൻ ചെല്ലുന്നു, ഗുണ്ട് കൊളുത്തുന്നു, ഗുണ്ട് മേളിൽ പോയി പൊട്ടുന്നു. 8 പെൺകുട്ടികളിൽ നിന്ന് മാർഗം കളി കളിച്ച് താഴേക്ക് വരും. ഇപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ. ഈ പരിപാടി നിർത്തി പുള്ളി സെക്രട്ടേറിയറ്റ് വാർഷികത്തിന്റെ ഒരു പരിപാടിക്ക് വിളിച്ച്
ആശാൻ ഗുണ്ട് കൊളുത്തുന്നു, ഗുണ്ടുപോയി പൊട്ടുന്നു. 18 രാഷ്ട്രീയക്കാരന്മാരെ നിന്ന് മുണ്ടുപൊക്കി കാണിച്ച് താഴേക്ക് വീണു. അതോടുകൂടി സർക്കാർ ഈ പരിപാടി നിർത്തി. ആശാൻ എവിടെയാ? ആശാൻ ജയിലില്. അതെ. മത്താപ്പൂത്തിരി പെൺകുട്ടി പത്തരമാറ്റിൻ പൊൻകട്ടി കണ്ണടച്ച് പാൽ കുടിക്കും കുറിഞ്ഞി തേൻകട്ടി. യാര് ഞാൻ വന്ന് നീ ഇപ്പൊ വേഗാനുള്ളതാ, നീ ഇപ്പൊ വെന്ത് തുടങ്ങും ഇപ്പം. അതല്ല ഉണ്ടല്ല. എന്താ പേര്, എവിടെന്നാ വന്നത്? அதுதான் ഞാൻ சொல்லு வருது. என்னோட பேரு சிவகாமி. நான் வந்து சிவகாசி. അടിപൊളി. ശിവകാശിയാണ്. ശിവകാശി നല്ല രസം അതിനെ കാണാൻ കേട്ടോ. നമ്മളെവിടെന്നറിയാമോ? നമ്മൾ പുഴുക്കുന്ന് മേട്ടിൻ കേരള. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? என்னோட வீட்ல ആരൊക്കെ ഉണ്ട്? என்னோட നാട്ടില് നിറയെ ഗുണ്ട് இருக்கு. ഉണ്ടയാ? குண்டு இல்லே, குண்டு குண்டு. ஆனவேடி, லட்சுமி வேடி, வானவேடி, சீன வேடி, குசுவானம் எல்லாமே இருக்கு. நாங்க எல்லாரும் இங்க வந்தது தீபாவளிக்கு தான். മിസ് ശിവകാമി, ഞാൻ വന്ന് റോക്കറ്റ്. നമ്മൾ വാണോന്നാണ് വിളിക്കുന്നത്. എന്റെ കൂടെ നിന്നാൽ നമുക്ക് ഈ ആകാശം മൊത്തം ചുറ്റിക്കറങ്ങാം. എനിക്കൊരു സംശയമുണ്ട്, ഈ സാധനത്തിന് നിങ്ങളെ നാട്ടിൽ വിളിക്കണം എന്തോന്നാണ്? കുസുവാണെന്ന് சொல்லுது. ഞാൻ മാത്രമല്ലടാ, നീയും വേണോ? ശിവകാമി, എന്നാ നിങ്ങളുടെ നാട്ടിൽ എന്നെ പേര് വിളിക്കും? സംഘചക്രം. അതെ, സംഘചക്രം പോലെ. പാട്ടെങ്കിലും നേരെ പറ. അല്ല, ഈ പാട്ട് എനിക്ക് പാടാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഈ പാട്ട് ഇവിടെ പാടാൻ റൈറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൈറ്റ്സ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരോടും ഞാനൊരു കാര്യം പറയാം. ശിവകാമിയെ കണ്ടെന്നു മുതൽ എന്റെ മനസ്സിലൊരു കിരികിരിപ്പ്. അതിന് ഞാൻ ശിവകാമിയോട് എന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞാലോ? ഇഷ്ടോ? മാറങ്ങോട്ട്. ശിവകാമി, എന്റെ പേര് പൂക്കുറ്റി. ഉനക്ക് എന്നെ പിടിച്ചിருக்கு. കണ്ടപ്പോഴേ പിടിച്ചോ? എങ്കിൽ ഞാൻ കത്തിച്ചു. എന്നെ പിടിച്ചടാ. ശിവകാമി പൂക്കുറ്റി, അടിപൊളി. ശിവകാമി റോക്കറ്റ്, അതാണ് സൂപ്പർ. ശിവകാമി തറചക്രം വെടിക്കട്ട. ചക്രം ഇല്ലായിരുന്നെങ്കിൽ നന്നായി. ശിവകാമി തറ. തൊട്ട് തൊട്ട് നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ വിട്ട് 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 പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. എടാ, നമ്മളെ 3 പേരെയും പിടിച്ചിരിക്കുന്നതാണ് ആ പെണ്ണ് പറഞ്ഞത്. ഇത് 5G കാലഘട്ടമാണ്, 3G ആയി പോവും. അതുകൊണ്ട് പറയാണ്, ഒരാൾക്ക് നമ്മളെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി ചോദിക്കാം. നീ പോയി ചോദിക്കാം. ഞാൻ പോയി ചോദിക്കാം. ഞാൻ പോയി ചോദിക്കാം. അതെ, എന്നെ പിടിച്ചില്ലേ? എന്നെ പിടിച്ചിരിക്കും. ഞാൻ മതി, കൺഫേം. അതെന്തോന്ന് കൺഫേം? ശിവകാമിക്ക് എന്നെ പിടിച്ചില്ലേ? പിടിച്ചിരിക്കുന്നു ഞാൻ சொல்லிஇல்லையா? എന്നെ പിടിച്ച ഞാനും കൺഫേം. ശിവകാമി, എന്നെ കണ്ടപ്പോഴേ പിടിച്ചതല്ലേ? പിടിച്ചെന്ന് சொல்லு. കണ്ടിപ്പോ പിടിച്ചിருக்கு. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മളെ 3 പേരുടെ കുട്ടി എങ്ങനെ പ്രേമിക്കും? പ്രേമമാ? അച്ചോ, പ്രേമിക്കുന്നതുக்கு നമ്മൾ யாரு மனுஷரா? പ്രേമമൊന്നും முடியாது. നമ്മൾ വെറും പൊട്ടാസ്. അല്ല, അപ്പൊ പിടിച്ചിരിക്കെന്ന് പറഞ്ഞു നിനക്ക് പുരിയില്ലേ? ഞാൻ சொல்லித்தரேன். நான் வந்து നമ്മൾ வெறும் பொட்டாசு. அது வந்து சில மனுஷருக்கு உங்களை கத்திக்கிறதுக்கு ரொம்ப பயம் இருக்கு. அதனாலே அவர் ஃபர்ஸ்ட்ல என்னை கத்திச்சதுக்கு அப்புறம் தான் உங்களை கத்திக்க கொடுக்கிறேன். ഏയ്, എവള് മൂട്ടി തീ വെക്കാൻ വന്നേടാ. കത്തിക്കാൻ വന്നേടാ. ஆமா. இல்ல ഓടാതെ. ഓടാതെ അണ്ണാ, നിങ്ങ ഓടാതെ. എന്തായാലും നമ്മളെ കത്തിക്കും. പരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടാ. சொல்லு. ഹാപ്പി ദീപാവലി. മത്താപ്പൂത്തിരി പെൺകുട്ടി പത്തരമാറ്റിൻ പൊൻകട്ടി കണ്ണടച്ച് പാൽ കുടി. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ തെക്കേക്കരക്കാരുകൾ ഗംഭീരമായിട്ട് ദീപാവലിക്ക് ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും തരാനില്ല. ഇല്ല, സൂപ്പർ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അവിടെ തന്നെ നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. അതെ അതെ, ലാൽ ബാബു ഏട്ടൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ല, വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കാനാണ് ഇതിപ്പോ നമ്മളൊരു 4 ഇതല്ലേ പടക്കം 4 അല്ലേ കണ്ടോളൂ. അപ്പൊ ഇതെല്ലാം കൂടി ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? അവിടെ 2, 3 4 ഒരുപാട് കാണൂലേ? ദീപാവലി കളറാവണ്ടേ? ഇപ്പൊ പടക്കങ്ങളെ കണ്ടു, ഇനി പടക്ക കട.
കുത്തുവൊക്കെ. என்ன மாமா உனக்கு டான்ஸ் ஒன்னும் பிடிக்கலையா? മാമാന്നാ എടി ഇത് കേരളമാ. ഇവിടെ വന്ന് മാമാന്ന് വിളിച്ചാൽ ഞാനും വരും എന്റെ മാമനും വരും. അതുകൊണ്ട് ചേട്ടൻ അത് മതി. പിന്നെ നിന്നെ പിടിക്കുന്നില്ല, വന്ന് വന്ന് നിന്റെ ഡാൻസും പിടിക്കുന്നില്ല. എന്റെ ദൈവമേ, കന്യാകുമാരിക്ക് ഒരു ടൂറ് പോയപ്പോ അവിടെ പൂക്കച്ചവടം ചെയ്തോണ്ടിരുന്ന നിന്റെ അടുത്ത് ഒരു മുഴം പൂ ചോദിച്ചപ്പോ അതിന്റെ ഇടയിൽ കയറിയിട്ട് വരുന്നത് ഞാൻ കരുതിയില്ല. என்ன தொம்மண்ணா? ഒമ്മണ്ണനാ, നീ വന്നപ്പോ തന്നെ എനിക്ക് ഇരട്ടപ്പേര് വിട്ടാ. என்னோட ஊர்ல வந்து தொம்மண்ணா பெரிய ஆளு. എന്തെങ്കിലും ആവട്ടെ. താണ്ടേ ഇതാണ് എന്റെ പടക്ക കട. ഓ കടപ്പാക്കട. ഈ കടപ്പാക്കടയൊക്കെ കൊല്ലത്ത്, ഇത് പടക്ക കട. ഇനി ആ വലതുകാൽ വെച്ച് അകത്തോട്ട് കയറിയാട്ടെ. இந்த கடவுளே, നിനക്ക് എത്ര രൂപ കട ഉണ്ടെങ്കിലും നമുക്കത് വീട്ടാം. என்ன அண்ணா? ദൈവമേ, നന്നായിട്ട് കച്ചവടമൊക്കെ ഉണ്ടാവണേ. ഓ, எனக்கு நல்ல കച്ചവടം. എന്തോ കാണിക്കുന്നേ? എടി പടക്കം അല്ല, അതിന്റെ പൂവല്ല. പടക്കം പാടാതിരിക്കാൻ. എടി ഇത് പടക്കം പൊട്ടാവുള്ളതല്ലേ, അതിലേക്ക് വെള്ളം തളിക്കുന്ന എന്തോതിനാ? സോറി അണ്ണാ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഹായ്, ഞാൻ മല്ലി ഫ്രം കന്യാകുമാരി. ഞാൻ മുളക് ഫ്രം കേരള. വിടറി എടി, ഈ പടക്കമൊക്കെ പരിചയപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹലോ, ഞാൻ മന്മഥൻ മുതലാളിയാണ്. ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ നാട്ടുകാരെ വിട്ട് ഒരു ദീപാവലിയും ആഘോഷിക്കാറില്ല. ഞാൻ എന്റെ ക്ലബിന് വേണ്ടി 50,000 രൂപയുടെ പടക്കാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പടക്കക്കടയിൽ വന്നിരിക്കാം വിത്ത് ടുമാറോ. ഇവിടെ പടക്കം എടുക്കാനുണ്ടാവും. സാറ് പടക്കം എടുക്കാൻ വന്നതാണ്. ഈ ഇരിക്കുന്ന പടക്കം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് സാറ് പൊക്കോ. സാറ് ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. എന്താ സാറേ? അല്ല, ഈ കോമഡിക്ക് ഞാൻ ഇത്രയെങ്കിലും ഒന്ന് ചിരിക്കണല്ലോ. പിന്നെ താൻ എന്റെ പടക്കം എടുക്കണ്ടേ കേട്ടോ. അതിനാ സാറേ? താൻ എടുത്താ ചിലപ്പോ ചീറ്റി പോവും. മോളെടുത്താ മതി കേട്ടോ. ശരി സാറേ. 2 ഗുണ്ട് എടുക്കട്ടുമാ? 2 ഗുണ്ടിന്റെ കൂടെ ഒരു ചായയും കൂടി എടുത്തോ. സാറ് പറഞ്ഞ കോമഡിക്ക് ഞാനും ഇത്രയും സാറേ. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ട്. ദാണ്ടേ മുക്ക് പടക്കം എടുക്കട്ടാ? മുക്കുടക്കാ? ആ, മുക്കുടക്കത്തിന്റെ ആവശ്യം ഇപ്പില്ല. 2 എടുത്ത് കവറിലിട്ടേക്ക്. നാളെ രാവിലത്തേക്ക് വേണ്ടി വരും. അല്ല, ഈ മുക്കുടക്കത്തിന്റെ ഒക്കെ അഹങ്കാരം അല്ലേ? അതെന്താ സാറേ? അല്ല, ഇത് മുക്കിയാലല്ല പൊട്ടത്തുള്ളൂ. അല്ല സാറേ, ഇത് കത്തിച്ചോരോ ഒറ്റ എറിഞ്ഞ അപ്പാ പൊട്ടിക്കോളും. ഇതെനി എറിഞ്ഞാ പൊട്ടൂന്ന് എനിക്ക് തോന്നില്ല. ഇങ്ങ പാരുങ്ക സാർ, പാമ്പ് ഗുളിക എടുക്കട്ടുമാ? അതെന്നെ സാറേ, അടിപൊളി സാധനമല്ലേ പാമ്പ് ഗുളിക. കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ പാമ്പ് ഗുളിക മേടിച്ചിട്ട് വീട്ടിൽ വെച്ച് എന്റെ അപ്പൂപ്പൻ അത് ചുമേര ആയുർവേദ ഗുളികന്ന് വെച്ചാൽ അതെടുത്തങ്ങ് വിഴിഞ്ഞു. ഒരു വീടിയും കത്തിച്ച് ചുണ്ടത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. എന്റെ അപ്പൂപ്പന്റെ വായിന്നും മൂക്കിന്നും ചെവിന്നും ഇത്രയും നീളുള്ള പാമ്പാണ് പുറത്തു വന്നോണ്ടിരുന്നത്. സാറേ, ദീപാവലി ആയിട്ട് കുറച്ച് വെറൈറ്റി പടക്കങ്ങൾ വന്നിട്ടുണ്ട്. എടുക്കട്ടെ? കാണണല്ലോ. കാണണ്ടേ? ഇതെന്തുവാ? ഇതെന്തുവാ എനിക്കറിയില്ലല്ലോ. സാറേ, ഇതാണ് നോബി ഗുണ്ട്. സാറേ, ഒരു പാക്കറ്റ് 3 എണ്ണം കാണും. ഇത് കത്തിച്ചു കഴിഞ്ഞ 2 എണ്ണം ചീറ്റി. അത് ഉറപ്പാ സാറേ. അപ്പൊ ഇതെന്താ സാധനം? ഇത് കുട്ടിപ്പടക്കം. ഓ, ഇത് നോബി കൊണ്ട് മേടിക്കുമ്പോ അതിന്റെ ഒപ്പം ഒന്ന് ഫ്രീ. സാറേ, ഇത് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ മേളിലേക്ക്, പിന്നെ അതുപോലെ തന്നെ വേഗളി പിടിച്ച് താഴത്തേക്കും വരും. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. അത് ഡയാന ക്രാക്കേഴ്സ്. ഇത് കത്തിച്ചൊരിടത്ത് വെച്ചാ പിന്നെ അനങ്ങത്തില്ല. വേണ്ട അതുപോലെ. പിന്നെ അനങ്ങണമെങ്കിൽ ഇടയ്ക്ക് വന്ന് സൈഡിൽ ഒന്ന് തട്ടി കൊടുക്കണം. സാറേ, അത് ശ്രീ വിദ്യാപൂത്തിരി. ഇത് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ ഒറ്റ പോക്ക അതുപോലെ തന്നെ താഴത്തേക്കും വീഴും. എന്തിനാ പോകുന്നതെന്ന് വരുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ സാറേ. പിന്നെ ഇത് എലീന കറച്ചക്രം. ഇത് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക ആവശ്യമില്ലാത്ത വഴി കൂടെ ഒക്കെ പോവും. എന്തിനാന്നും കൂടി അറിഞ്ഞുകൂടാ. പിന്നെ ഇത് ശ്വേത മത്താപ്പൂ. സാറേ, കൊടുക്കുന്ന പൈസക്ക് നല്ല പെർഫോമൻസ് ആണ്. സൂപ്പർ. ഇത് കത്തിച്ചു കഴിഞ്ഞാ കളർഫുൾ ആണ്. ആരെയും വെറുപ്പിക്കാതെ നിന്ന് കത്തിക്കോളും. അടിപൊളിയാ സാറേ. എടുക്കട്ടെ? ഇതെല്ലാം ഓരോന്നും എടുക്കട്ടെ? എടുത്തോ എല്ലാം എടുത്തോ. 10,000 രൂപയുടെ ഗുണ്ട് എടുക്കട്ടുമാ? 10,000 രൂപയുടെ മത്താപ്പൂ എടുക്കട്ടുമാ? എടുത്തോ എല്ലാം എടുത്തോ. ഇതാ പൈസ. 50,000 രൂപ കറക്റ്റ് ഉണ്ട്. അല്ല, എനിക്കൊരു സംശയം. എന്താ സാറേ? ഇത് ഞാൻ
ക്ലബ്ബ് കൊണ്ടുപോയി പൊട്ടിക്കുമല്ലോ. ഇത് പൊട്ടിയില്ലേ ഞാൻ എന്ത് ചെയ്യും? സാറ് എന്തുവാ സാറേ പറയുന്നേ? കാണ്ടേ ഈ പടക്കക്കടയിൽ നിന്ന് മേടിച്ചത് ഒന്നും പൊട്ടാതിരിക്കത്തില്ല, അടിപൊളിയായിട്ട് പൊട്ടും. അല്ല അത് പൊട്ടുമെന്ന് നമുക്കൊന്നും അറിയണല്ലോ. സാറിന് കാണണോ? എടി ആ പടക്കമൊക്കെ എടുത്ത് അങ്ങ് പൊട്ടിച്ച് കാണിച്ചു കൊടുറി സാറിന്. കാണ്ടേ ആ പൂക്കുറ്റി പൊട്ടിക്കാണേ. ഏത് പൂക്കുറ്റി? അത് പൊട്ടിച്ച് കാണിച്ചു. 1000 രൂപയുടെ പൂക്കുറ്റി പൊട്ടുമെന്ന് അറിയണല്ലോ. സാറൊന്ന് പൊട്ടട്ടെ എന്നിട്ട് വേണം കാണിച്ചു തരാൻ. വെരി ഗുഡ്. അടിപൊളി, സൂപ്പർ സൂപ്പർ. കുണ്ട് പൊട്ടുമെന്ന് അറിയണല്ലോ. പൊട്ടിക്ക്. പേടിയാണ്. കുണ്ടിന്റെ ഒച്ച. സാറേ മാറിയെന്ന സാറേ, അത് പൊട്ടും. പൊട്ടിയാ പൊട്ടി. പേടിപ്പിക്കാതെ. കണ്ട സാറേ, പൊട്ടിയത് കണ്ട. ഈ പടക്കക്കടയിൽ നിന്ന് മേടിച്ച് ഒന്നും പൊട്ടാതിരിക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലേ സാർ. എനിക്ക് ബോധ്യായി. ബാക്കി പടക്കം അപ്പുറം കൊണ്ടുപോയി ചേട്ടാ. ഇതൊക്കെ കൊണ്ടേ പൊട്ടിക്കിട്ടു. പോളി സാധനം. എന്നാ എന്റെ പടക്കം ഇങ്ങോട്ട് എടുത്തേ, ഞാൻ പോട്ടെ. എന്ത് പടക്കം? അല്ല ഇപ്പൊ അമ്മ പഴക്കം പറഞ്ഞല്ലോ, അതൊക്കെ ഇങ്ങോട്ട് എടുക്ക്. സാറേ സാറിന്റെ പടക്കമാണ് ഇപ്പൊ ഇട്ട് പൊട്ടിച്ചത്. അപ്പൊ ഞാൻ അവസാനത്തെ മാലപ്പടക്കോടെ പൊട്ടിക്കാണേ. അയ്യോ എന്റെ 50,000 രൂപയുടെ പടക്കം. അതല്ലേ സാറേ ഇതേ നിന്ന് കത്തുന്നത്. ഇനി ഞാൻ ക്ലബ്ബ് പോയിട്ട് എന്ത് പടക്കം കൊണ്ടുവിടോ? അത് സാറ് പേടിക്കണ്ട, സാറ് ചെന്ന് കേറി കൊടുക്കുമ്പോ അവര് സാറിനെ പിടിച്ചാൽ കത്തിച്ചോളും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. മലയോരം പിടഞ്ഞുണന്നേ, തെച്ചിപ്പൂവം കണ്ണു തുറന്നേ. മലയോരം പിടഞ്ഞുണന്നേ, തെച്ചിപ്പൂവം കണ്ണു തുറന്നേ. കുഞ്ഞു പെണ്ണി കുറുമ്പി പെണ്ണേ, കെട്ടും കെട്ടി പറ പറക്ക്. കൊക്കരക്കൊ കൊക്കിപ്പാറും ഒപ്പം മണ്ണാൽ കൊക്കൂരും. ഇന്നു വരും നാളെ വരും, ആയിരമായി നാളു വരും, ഇന്നു വരും. ഈ പാട്ട് കേട്ടപ്പോ ഒരു നല്ലൊരു നാട്ടും പുറത്തെ ഒരു ഫീലിംഗ് വന്നില്ലേ? ഇങ്ങോട്ടേക്കാന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. നമുക്ക് ഗെയിം കളിക്കാം. ഗെയിമോ? ഈ തറവാട്ടി വന്നിട്ടോ? ഇരിക്കൂ. ഓ, നമ്മള് ഭയങ്കര നാടൻ ഓ സ്റ്റൈലാണ്. ഈ ഗെയിം എനിക്ക് മനസ്സിലായി, ചീട്ടുകളി. അല്ല, നാടൻ സ്റ്റൈലാണ്. നാടൻ സ്റ്റൈലാണെന്ന്. ഇരിക്കാൻ പറ്റുമോ അമ്മാവാ? ഇനി എണീപ്പിക്കണമെങ്കിൽ ഇനി പറ, ഇനി ഷെയർ ഇട്. നോബി ഇരിക്കൂ, ഒന്നും കാണു. ഒരു തലേണ കൂടെ കിട്ടി. അപ്പോ നമ്മളുടെ നാട്ടുപുറത്തെ നടക്കുന്ന കുറച്ച് ഗെയിംസോ അല്ലാതെ അവിടെ ചെയ്യാനുള്ള ജോലികളോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ 1 to 5 നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് നമ്പർ ഇഷ്ടമുണ്ട് അത് പറഞ്ഞാൽ മതി. അതിന്റെ പിന്നില് നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഞാൻ എന്റെ ലക്കി നമ്പർ 3 പറയും. 3 ആണോ? ഓക്കെ. ഓക്കെ. അയ്യോ, എനിക്ക് ആവേശം കൂടി പോയടാ. നീയാണ് മെയിൻ തത്ത. പച്ച മഞ്ഞ കളറിൽ ഇരിക്കുമ്പോ നീയല്ലേ മഞ്ഞ തത്ത. എലീനാന്റെ നമ്പറാണ് 3. അതിന്റെ പിന്നില് എലീനാന്റെ ടാസ്ക് ഉണ്ട്. ഓക്കെ. ചമ്മന്തി അരക്കുക. ചമ്മന്തി കഴിക്കോ? ഇവിടുന്ന് എണീക്കുക, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ടാസ്ക് വെർബലി പറഞ്ഞു ചെയ്യണ്ടേ ചേച്ചി? വിത്ത് പ്രോപ്പർട്ടി എല്ലാം കിട്ടും. ഓക്കെ, ശരി. നമ്മള് നീറ്റ്നെസ് ആയിരിക്കണമല്ലോ എപ്പോഴും. അതെ അതെ. പിന്നെ സ്വർണ്ണമൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചമ്മന്തി തിളങ്ങും. പണി അറിയാം കേട്ടാ, പണി അറിയാം. അത് അറിഞ്ഞൂടാത്ത കൊച്ചല്ല, അറിയാം. ഇനി അതാര് കഴിയും? ഇവിടെ ചമ്മന്തിയാ പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ തേങ്ങയും മുളകും ഉപ്പും മാങ്ങയും മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നതിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാ വായില് വെള്ളം വരുന്നു. ഞാൻ ഉണ്ടാക്കുന്നതിന് ശരിക്കും ചെറിയുള്ളി, മുളക്, കറിവേപ്പിലൊക്കെ വേണം. പക്ഷെ കുഴപ്പമില്ല. വേണം. തേങ്ങ വേണോ മാങ്ങ വേണോ? എല്ലാം രണ്ടും. തേങ്ങ മാങ്ങ. തേങ്ങ അതുപോലെ എന്തൊക്കെ ബഹളമായിരുന്നു. വരും. അങ്ങനെയല്ല, ഇതൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരണം. വേണ്ട.
മിക്സി ഇല്ലാതെ കുറച്ചുകൂടെ ഇടാനും. മാങ്ങ എടുത്ത് ഗ്രാം മാങ്ങ. അല്പം ഉപ്പ് ശ്രദ്ധിക്കൂ ഇവിടെ. ഇത് ഉപ്പാണോ? അല്ല അല്പം മുളക്. ആ ആണോ? ഒരു മിനിറ്റ് പൊടി. കുറച്ച് ഉപ്പിട്ടാ മതി, ചേച്ചിക്ക് BP ഉള്ളതാണ്. ചേച്ചി വേണ്ടേ? എത്ര നേരം എടുക്കും? അല്ല ഞാൻ കഴിഞ്ഞു. ആ ചേച്ചി എടി മാങ്ങ ഇറക്കി. അരച്ചു. എനിക്ക് എന്റെ അമ്മമ്മയൊക്കെ അഴകുമ്പോ കൂടെ ഇരിക്കുന്ന ഒരു ഫീല്. ഞാൻ ഇതുപോലെ ഇത് മാങ്ങ ഇട്ടാടാ. ഓക്കെ പ്ലേ ചെയ്യും. കണ്ണി തെറിക്കല്ലേ. കാക്ക പോലും ഈ ചമ്മന്തി തിന്നൂല കേട്ടോ. ഭയങ്കര രുചി. ശരിക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ എന്നാലും ഞാനത് കറക്റ്റ് ആണെന്നൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ഇതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യും. അയ്യോ ഞാനുണ്ട്. ഇത് കൂട്ടി നോക്ക്. ഇത് കൂട്ടി നോക്ക്. കൂട്ടി നോക്ക്. ദാ, ഇങ്ങനെ എടുക്ക് ഇവിടുന്ന്. ഇച്ചിരി എടുക്ക. ഒരു മിനിറ്റ് ഞാൻ വരട്ടെ. ഈ പോർഷൻ എടുക്കാവുള്ളേ. ഇച്ചിരി എടുക്കാവുള്ളേ. ഇച്ചിരി ചൂട് ചോറിന്റെ കൂടി ഇതിങ്ങനെ ഉപ്പില്ല. ഒരു മിനിറ്റ് ഇവിടുന്ന് എടുക്ക്. ഇവിടുന്ന് സീരിയസ് ആക്കിയാണ്. ഉപ്പില്ല. ഉപ്പിട്. എന്നാലും ഉണ്ട്. ഇനി ഒന്നുകൂടെ അരക്കി. അത് കൂടിപ്പോയി. അങ്ങനെ ഒന്നും ചതഞ്ഞിട്ടില്ല. അല്ല അത് ബിക്കോസ് ഇത് ഇങ്ങനത്തെ ഇതല്ല. ഇനി ഉപ്പുണ്ടോ നോക്ക്. ഈ ചമ്മന്തി ഇത് അധികം വരും കേട്ടാ. നാളത്തേക്ക് പുളിച്ചു പോകും. കറക്റ്റ് അല്ലേ? ഉപ്പ് Better. ഉപ്പ് ഇപ്പൊ കറക്റ്റ്. കഴിച്ചു നോക്ക്. ഇച്ചിരി ചൂട് ചോറ് കിട്ടുമോ? നല്ല ചൂട് ചോറ്. അല്ല ആ ചോറിലേക്ക് നിനക്ക് ചൂട് ചോറ് വേണോ? ഇത് കണ്ടിട്ട് ഡയറക്ടറെ തലച്ചോറ് തിളച്ചിരിക്കുകയാണ്. കളിയാക്കുന്നൊക്കെ ടച്ചിങ് സൈഡ് കഴിച്ചു നോക്ക്. ഇതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇങ്ങനെയല്ല. അല്ല ബോഡി ലാംഗ്വേജ് എനിക്കറിയാം. ഇത് ഡ്രസ്സിന്റെ ആയതുകൊണ്ടാണ്. അതൊക്കെ കറക്റ്റ്. ഇത് എന്റെ ബോഡി ലാംഗ്വേജ് അല്ല പറഞ്ഞത്, ഡ്രസ്സിന്റെ ആണ്. അല്ല അതായത് ഇങ്ങനത്തെ അല്ലല്ലോ, ഇച്ചിരി ഹൈറ്റ് ഉള്ളതിലല്ലേ അങ്ങനെ അതാണ് വേണ്ടത്. ചിത്രമണിക്കൊയ്കയിൽ താളത്തിൽ അരക്ക്. ചേച്ചി അരക്കും പോലെ. അത് മാവാ. അപ്പൊ ഈ സീനിൽ പപ്പു വേണ്ടേ? അത് വേണ്ടേ? എന്തായാലും സൂപ്പർ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളുടെ അമ്മമാര് ചെയ്ത ഓരോരോ അധ്വാനങ്ങൾ. അല്ലാതെ അവര് നമുക്ക് ഈ രുചി, ഈ മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, എല്ലാം ചതച്ചിട്ടും പൊടിച്ചിട്ടും എല്ലാം ഉണ്ടാക്കിയതാ ചമ്മന്തി എല്ലാം. അതിന്റെ ടേസ്റ്റ് അല്ലേ? എത്ര എന്ത് ചെയ്താലും. ഉപ്പ് കൂടിയടാ ഇച്ചിരി. മുളകും കൂടിയടി. ഇല്ല ഉപ്പ് അത് ഈ അളിയൻ ഇട്ടതാ. ഈ എന്തെന്ന് പറയാൻ പറ്റും നീ? അളിയൻ. സോ അലീന വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ അടുത്ത ആരാ? ഡയന നമ്പർ പറയൂ. 1. അവൾ ഇപ്പഴും ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു തോന്നുന്നു. ഏയ് അതെന്റെ നമ്പരാ. നോക്ക് ഒന്നിൽ എന്താ നോക്ക്. അയ്യോ എന്നതാ? പശുവിനെ പശു ആക്കില്ല. ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അന്നേ വന്നേന്ന് പറഞ്ഞാൽ വരില്ല. സൂക്ഷിക്കണം, പശു ചമ്മന്തി തിന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കൂല. എവിടെ? കുറച്ച് വെള്ളം തരുമോ? അത് മുളകുള്ള വെള്ളമാ. എടുത്ത് പശുവിന്റെ അകടി ഇട്ട് കൊടുത്ത് അതിന്റെ മൂക്കിൽ ചവിട്ടിട്ട് ഓടും. വെള്ളം വേണ്ടേ? നീ അഡ്ജസ്റ്റ് ചെയ്തോ? അന്ന് തളിക്കത്തില്ലേ അങ്ങനെ? വെള്ളം വേണം, വെണ്ണയും വേണം. ആ പറഞ്ഞു കൊടുക്കില്ലേ? അങ്ങോട്ട് നോക്ക്. പശുവിനോട് സംസാരിക്കാം. അതിനോട് പറ. സ്വാഹ. അറിയാവുന്ന രീതിയിൽ ചെയ്യാം. എടി നീ തെങ്കാശിപട്ടണം എത്ര വട്ടം കണ്ടിട്ടുണ്ട്? തെങ്കാശിപട്ടണം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. നീ ഇത് തറയല്ല കറന്നൊഴിക്കാൻ പോണ. ഇതെന്താണ് സൗണ്ട്? ബക്കറ്റ് എടുത്ത് അടിയിലോട്ട് പോയി. അല്ല അവൾക്ക് പറഞ്ഞു കൊടുക്കണം, അവള് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കാം. ഓക്കെ. ഇതൊന്നും ഇങ്ങനെ വെക്കുന്നതാണോ? നീ മെയിൻ അതൊന്ന് മെയിൻ ഇതൊന്നിട്. മെയിൻ അകടി നട്. മെയിൻ അകട് കണ്ടുപിടി. മെയിൻ അകട് കണ്ടു. മെയിൻ അകട് അതിലെ തൊട്ട് നോക്ക്, ചിലപ്പോ അങ്ങനെ അറിയായിരിക്കും. വലുതാണോ? നമ്പർ ഇട്ടിട്ടുണ്ട് അകടില്.
പശു വാ, വാ, ഇത് മാറിക്കേ. എന്റെ ഡ്രസ് അങ്ങോട്ട് കൊടുക്ക്. ഞാൻ ചെയ്യാൻ പോവാ. ചെയ്തോ സൗണ്ട് ഇടണേ. ഒരു ചായ കൂടെ ഇനി കിട്ടും. ആ പെട്ടെന്നോട്ട് കറന്നാണ്. അയ്യോ നീ എന്തൊരു ചെയ്യണേടി? പശു പഞ്ചറാണെന്ന് തോന്നുന്നു. കാറ്റ് പോണു. അയ്യോ അയ്യോ എന്താ 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 നന്ദിനി പശു എന്താ മാള് പശുവിന്റെ അകിട് അറിയില്ല മോനെ, നീ കണ്ണടച്ചോ, നീ ഒന്നും കണ്ടിട്ടില്ല. മക്കളെ ഇത് കേസ് കൊടുക്കണം, ഇത് കേസ് കൊടുക്കണം. അല്ല നീ ഇത് നിനക്ക് വേണ്ടി മറ്റേ ഡൽഹിയിലുള്ള ചേച്ചിയുടെ പേര് ഗാന്ധി, മേനകാ ഗാന്ധിയാ. ഒരു ഗാന്ധി ഉണ്ട്, മേനകാ ഗാന്ധിയുടെ അടുത്ത് ഞാൻ വിളിച്ചു പറയും. മുല കയ്യില് വന്നോ? എടാ, മുല കയ്യില് വന്നോ? Guys, it's അകിട്. അകിട് കയ്യില് വന്നു. അത് അഖിലല്ല, അകിട്. അകിട് അഖിലിന്റെ കയ്യിൽ വന്നു. അയ്യോ അയ്യോ, പശു പോയി. മതി, നീ നിർത്തി കറക്കിയോളാം മതി. പശുവിന്റെ അടുത്ത് അവിടെ മിണ്ടായിട്ടിരുന്നാ പറ. ഒളിഞ്ഞു. അടുത്ത് നീ അകിടി കൊണ്ട് പിടിക്കാൻ വിടറാ അങ്ങോട്ട്. ഇല്ല, അടുത്ത നമ്പർ നമുക്ക് പറയാം. കുഴപ്പമില്ല കുട്ടാ. അഖിൽ കുഴപ്പമില്ല. അടുത്ത നമ്പർ അഖിൽ പറ. ഇനി ഏതൊക്കെ എടുത്തു? മൂന്നും ഒന്നും. ഒന്നും കൊടുത്തറ. അപ്പൊ എനിക്ക് രണ്ട് ഹെൽപ്പ് ചെയ്യാം. എന്താ പോലെ മൈക്ക് പിടിച്ചോ, ഹെൽപ്പ് ചെയ്യാം. അഖിലിന് 2 ആണ് കിട്ടിയിരിക്കുന്നത്. തിരിച്ചൊക്കെ ഡബിൾ മുണ്ട് തേക്കുകയോ? ഡബിൾ മുണ്ട് തേക്കാൻ 5 പെണ്ണുങ്ങളെ double മുണ്ട് തേക്കാൻ. ഡബിൾ മുണ്ട് തേക്കാൻ പാടും. അത് എളുപ്പമല്ലേ? എന്നാ എനിക്കൊരു സജഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്തെ അയൺ ബോക്സ് കൊടുക്കാൻ പാടില്ല. പഴയ പഴയ ഇസ്തിരി അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങള് പരിപാടി നടക്കണം, ഞാൻ ഇവിടെ കൂടെ ചിരട്ട കത്തിച്ചിട്ട് കനലും എടുത്ത. ഇല്ലല്ല, നിനക്കല്ലേ പഴയ മറ്റേ ഇസ്തിരി ഇട്ട് ഉണ്ടാക്കണോ അത്ര നിർബന്ധം. അയ്യോ, ഇപ്പഴേ ഞാൻ ആലോചിച്ചേ. ഡബിൾ മുണ്ടുണ്ടല്ലോ നമുക്ക് സാധാ അയൺ ബോക്സ്. അഖിൽ, ഓർമ്മയുണ്ടല്ലോ, ഡബിൾ മുണ്ട് തേക്കുക. ആ കണ്ടോ, അങ്ങനെ ഇതൊക്കെ അറിയാം. ഈ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഇത് അയൺ ചെയ്യാം? പഴയ കാലത്ത് ഈ ബെഡിന്റെ അടി തൂക്കുപാത്രം ഇല്ലേ, തൂക്കുപാത്രത്തിൽ നിന്ന് ചൂടുവെള്ളം നിറച്ചിട്ട് അതെടുത്ത് വെച്ച്. ആണ് ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ആ ശരിയാ, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് വഴി വെട്ടിയ പട്ടിയാണ് നീ ചേട്ടൻ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാടാ പട്ടികളെ. അയ്യോ ചേട്ടാ ഉടുത്തിട്ട് തേക്കുക. ഇല്ല, ഉടുത്തിട്ട് അടുത്ത് ഉരുളാൻ പോണ ഞാൻ ഇവിടെ. ഉടുത്തിട്ട് തേക്കാന്ന്. അലക്കിന്റെ ടാസ്ക് ഇവന് കിട്ടിയിട്ടുണ്ടോ? സോറി, അത് ന്യായം. ഓക്കെ. ആ ഇനി ആ ചൂട് അയൺ ബോക്സ് കൊടുത്തേ. ഓ എടുത്തോ അയൺ ബോക്സ് കൊടുത്തു. അമ്മേ, ചൂടുണ്ടാ? ഇങ്ങനെ കുത്തും. ചൂടുണ്ട് ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ട് ചൂടുണ്ട് ചൂട്. അത്യാവശ്യം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണല്ലോ ചെയ്യുന്നേ. അതെ, പശുവിന്റെ അകിട് പറിച്ചെടുത്തോലൊന്നും അല്ലത്. ലോണ്ടറി ഉണ്ട് ഇവന്. ആണോ? ഞാൻ നല്ല പുട്ടു പോലെ ചെയ്തേനെ. അയ്യവാ, അത് കൊള്ളാം. ആ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നൈസ് ആയിരുന്നു കേട്ടോ അത്. സ്ഥിരം ഗേൾഫ്രണ്ടിന് സാരി തേച്ചു കൊടുക്കും തോന്നുന്നു. ഇല്ല, ഞാൻ ഡെയിലി മുണ്ട് കൊടുക്കുന്ന ആളാ. അപ്പൊ ഡെയിലി വൈകുന്നേരം ഞാൻ ഈ മുണ്ട് തേച്ചിട്ട് അമ്പലത്തിൽ പോകണം. ചിത്ര ഫാസ്റ്റ് ആയിട്ട് പിന്നെ മുണ്ട് തേക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. അല്ല, ഒരു വശയിലായുള്ളൂ. എടേ പിന്നെ ടാസ്ക് ആണ്. കുറച്ച് കഴിയുമ്പോ കോസ്റ്റ്യൂം റൂമിൽ പക്ഷെ ഞാൻ കാര്യം ചെയ്യട്ടെ, നമ്മളവിടെ പ്ലഗ് വെറുതെ അവളുടെ ദേഹത്ത് വെച്ചിരിക്കോ. ഇത് അയണാവുന്നുണ്ടല്ലോ. യു സോ ഹോട്ട്. ഉടുക്കാൻ പാകത്തിന് തേച്ചിട്ടുണ്ട്. എവിടെ? 2 വശം. അടിപൊളി. അതായത് അല്ല, സാധാരണ തേക്കുമ്പോ ഈ വശവും Nice, nice. ഈ വശവും കറക്റ്റ് വരണം. Nice. അപ്പൊ ആ 2 വശവും അതിന്റെ പെർഫെക്റ്റ്. അല്ല, മടക്കി തരും ഞാൻ. വേണ്ട, ഹി ഡിസേർവ്സ് എ ക്ലാപ്പ്. Yeah. മതി. നന്നായി. ഓവറാക്കി നീ അത് നീ ഇത് പേപ്പറിലിടണം. കറക്റ്റ് കറയുള്ള ഭാഗം മടക്കി. അഖിൽ, കരയുള്ള ഭാഗം എങ്ങനെയാ? പേപ്പറിലിട്ട് തരണം. പേപ്പറിലിട്ടിട്ടാണല്ലോ തരിക. എന്റെ പേര് മണിയണ്ണാച്ചിന്നല്ല. ചേച്ചി മുംബൈയിൽ തേക്കാൻ കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ തരുമായിരിക്കും. ഓക്കെ, ഇനി 2 പേര്. ശ്രീ വിദ്യക്കാണോ അല്ലാതെ നോബിക്കാണോ എന്താ വേണ്ടേ? ഏതായാലും മതി ചേച്ചി. നോബി ചേട്ടൻ ഏത് നമ്പർ വേണം? 4 ഉറപ്പല്ലേ? 4 അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി രണ്ടാളും നോക്കരുത്. തിരി അങ്ങോട്ട് തിരി.
അതാ, ഫോറ് അടുത്ത നോബി ഉച്ച ചേട്ടൻ പോലും കാണാൻ പറ്റില്ല പിന്നെയാണ് എന്നെ മറന്നു വായിക്കാവോ? ആ, എടുക്കട്ടെ വാ, ആരാദ്യം നോബി ചേട്ടനോ? ഓല മടയുക. ഓല മടയുക ആണ് നോബിന്റെ ടാസ്ക്. എന്തായിരിക്കും ശ്രീവിദ്യക്ക് ഒരു തറവാട്ടിൽ എന്ത് ജോലിയായിരിക്കും? തുടക്കുക. അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെക്കോ, ഞാൻ തുടച്ചു. അവലും മലരും മുറത്തിൽ അവലും മലരും സെപ്പറേറ്റ് ആക്കണം. ഇത് ഹോംവർക്ക് ആയിട്ട് തരാം. ഹോംവർക്ക് ആയിട്ട് തരുമ്പോ ശരിയായില്ലെങ്കിൽ എംബോസിറ്റുണ്ട്. അല്ല ഈ ഓല മടയുടെ ഒരു കോമഡി ഉണ്ട്. കാണിച്ചാ മതി. എന്താ കോമഡി? ഓല മടയുടെ ഒരു ഉഗ്ര കോമഡി ഉണ്ട്. ഇപ്പൊ പറയണ്ട ഓലമടയുടെ ഒരു കോമഡി ആവുകയാണെങ്കിൽ മുറത്തിലുള്ള മലരും മലരും അവലും അവലും സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചിരുന്ന മുറം ഇതല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വരികയും ചെയ്യണം. ഇത് ചെയ്യേണ്ട ആളിവിടെ. അവള് homework ലാ. ഓക്കെ നോബി ചേട്ടാ your ഒറ്റ task is വീട്ടിൽ അവലും മലരുടെ മുഖത്ത് ശരി. നമുക്കിനി ഇത് കണ്ടോണ്ടിരിക്കാം. Okay. തുടങ്ങിക്കോ. your time ഇതാറ്റ് വേണ്ടേ? now. അതെങ്ങനെ എനിക്കറിയില്ല എങ്ങനെ അത് ചെയ്യാൻ ഒരു ശരിക്കും. സൈഡിൽ നിന്ന് എനിക്ക് മടഞ്ഞു കൊടുത്താ ചേട്ടൻ മെല്ലെ 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 മെല്ലെ. ഇല്ല കുഴപ്പമില്ല. അതായത് നമ്മള് ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ദിശയില് അതെ ഒരു നാട്ടുമ്പുറത്ത് വന്ന് നമ്മൾ ചെയ്യുന്ന ടാസ്കുകളൊക്കെ ആയിരുന്നു ശ്വേത ചേച്ചി നമുക്ക് അല്ല, തന്നത്. എന്തായാലും നമ്മുടെ നാട്ടുപുറത്തെ ഈ എല്ലാം ഫിസിക്കൽ ടാസ്ക് ആണ്. ആന്നു അന്നത്തെ സമയത്ത് തിന്നും. കറക്റ്റ്. പിന്നെ അല്ല അത് മറ്റേ പശുവിനെ കറന്നതിന്റെ ക്ഷീണത്തിൽ വന്നിരുന്ന് കഴിക്കുന്നത്. ഓല മെടയുന്നത് ഇവിടെ നോബി ചേട്ടനാണ്. നോബി ചേട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ? എനിക്ക് ഇതായിരുന്നു പരിപാടി. അല്ല ഞാൻ കാര്യമായിട്ട് ചോദിച്ചാ. സത്യം ടെക്നോ പാർക്കിൽ ഓല പടായില്ല. പോ ആളിയാ നിങ്ങൾ തന്നെ ഒന്നും ചെയ്യാത്തേ. അവള് ചെയ്യണ്ട. ഈ അഖില യു ഹാവ് ടു ഡു ഇറ്റ്. അല്ല ഞാൻ മാറിക്കേ. ദാണ്ടെ 1 2 3 4 എടുക്കുക. പിന്നെ ഇതെടുത്ത് ഓൾട്ടർനേറ്റ് ഹലോ ഇങ്ങനെ നീ അത് അടുത്ത് എടുത്തിട്ട് എടുത്തു. അത് ഇതിന്റെ മുകളിൽ നിന്ന് വീണ്ടും നിന്നെ ഞാൻ കൊല്ലൂട്ടാ. ഇവിടുന്ന് പുറത്ത് ഇതെടുക്കുക. മുകളിൽ വെക്കുക. ഇവിടെ വയ്ക്കുക. ഐ ആക്ച്വലി ഫീൽ ദാറ്റ് നമ്മള് നാട്ടുമ്പുറത്തേക്ക് ഇതെടുക്കുക. പോകണം. എന്നിട്ട് എപ്പോഴും ഈ കറക്റ്റായി വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ തറവാട്ടിലൊക്കെ എന്റെ കുടുംബ വീട്ടിലൊക്കെ എപ്പോഴും ഇത് ആൾക്കാർ ചെയ്യുന്നതാണ്. അപ്പൊ അത് നമുക്ക് നീ ചെയ്യാൻ അറിയത്തില്ല. അറിയാത്തത് ബിക്കോസ് നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ല. സത്യം പറയാണ്, ആദ്യം ഇന്നത്തെ തലമുറ ഏറ്റവും ജാസ്തി മിസ് ചെയ്യണത് ഈ ലൈഫ് സ്റ്റൈലാണ്. ബിക്കോസ് നമ്മൾ പറയില്ലേ, ഈ ഹോളിഡേ സമയത്ത് അച്ഛനമ്മമാര് പറയും നമുക്ക് നാട്ടിൽ പോവാം എന്ന് പറയുമ്പോ കുട്ടികൾ ആദ്യം പറയാം നോ നോ ഐ ഹാവ് ലോട്ട് ഓഫ് ക്ലാസ്സസ് എന്നൊക്കെ പറയും. പക്ഷെ സത്യം പറയാണ്, നിങ്ങൾ ഈ ലൈഫ് ഒരു പ്രാവശ്യം ഒരു ഹോളിഡേ ഒന്ന് എന്താ പറയാ എൻജോയ് ചെയ്താൽ നിങ്ങൾ എല്ലാ ഹോളിഡേസും ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരുന്നു. ഇതുപോലെ നാട്ടുമ്പുറത്ത് പോയിട്ട് ചെയ്യണം. സത്യം. ഒരു മുറത്തില് നമ്മൾ അവിലും മലരും സെപ്പറേറ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടെ വൈറ്റിലത് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ചെയ്താറായി. ഈ ഓല മടയാൻ വേണ്ടി എല്ലാരും ഒരുമിച്ചിരിക്കും ഒരു അടുത്തടുത്ത വീട്ടിലേക്ക്. എന്നിട്ട് അങ്ങ് വർത്താനവും പരദൂഷണം അല്ലെ, നമ്മള് പരദൂഷണം മാത്രം കേട്ടിരിക്കും. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. നന്നായി ചെയ്തിട്ടുണ്ട്. എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. വേണ്ട അടിപൊളിയാണ്ട്. നോബി മടഞ്ഞു. ഇവിടെ അഖിൽ മെടഞ്ഞു. നോബി മടഞ്ഞു. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവരൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ എല്ലാരും എൻജോയ് ചെയ്യണ്ട. അതാണ് നമ്മളുടെ ഇന്നത്തെ. അതെ, നമ്മുടെ ദിവാലി ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. എല്ലാരും വില്ലേജിൽ പോവാ. താങ്ക് യു. ഓല മെടഞ്ഞു തരുന്നതിന് ഓലമടന്റെ കോമഡി കേൾക്കണ്ടേ? ഇനി ആ കോമഡി ആ ഒരു കോമഡി ഉണ്ട്. ഓലമട അതായത് KS പ്രസാദിന്റെ ബാല, KS പ്രസാദിന്റെ എയർ പ്രസാദ്, അതിനകത്ത് ചന്ദ്രകാന്ത് എന്ന് പറയുന്ന ഭയങ്കര ബാല, പഴയ ഹിറ്റ് ബാല. അപ്പൊ ആ ഹിറ്റ് ബാല ഒരു വില്ലനുണ്ട്. ഈ വില്ലനെ കാണുമ്പോ പിള്ളേർ പേടിക്കും ഫ്രണ്ടില്. അങ്ങനത്തെ വിഷ്വലൈസ്ഡ് ഭയങ്കര ബാല. പുള്ളിയെ കാണണം മൊട്ടയൊക്കെ അടിച്ച് കണ്ണില് ചോപ്പൊക്കെ വരച്ച്. ഇയാള് സ്റ്റേജിൽ ഇങ്ങനെ വരുമ്പോഴേ ചന്ദ്രകാന്ത് അല്ല വില്ലൻ വരുമ്പോ ഫ്രണ്ടിൽ അത്ര ഇതാണ് ആള്. ഒരു ദിവസം ബാല, ചെങ്ങന്നൂർ ബാല 9 മണിക്കാണ് പരിപാടി. അപ്പം 3 മണിയാകുമ്പോൾ വണ്ടി കൊട്ടിയത്തൊന്നും എടുക്കുമെന്ന് പറഞ്ഞു. ബാലേരെ വണ്ടി. പിന്നെ ഈ അണ്ണൻ വന്നില്ല, മെയിൻ വില്ലൻ വന്നില്ല. ഇയാളെ വെയിറ്റ് ചെയ്തിരിക്കണം. പ്രസന്ന ദേഷ്യം. അന്ന് AC വണ്ടിയൊന്നും ഇല്ലല്ലോ, ചൂടെടുത്തിരിക്കുകയാണ് ആൾക്കാർ. 3 മണിക്കായിരിക്കുന്നത്. ഈ പുള്ളി മാത്രം വന്നില്ല. പുള്ളിയുടെ വീട് ഈ നമ്മളെ ചാത്തന്നൂർ ആ സൈഡാണ്. നമ്മളെ പരവൂര്
പരവൂരൊന്ന് പ്രൈവറ്റ് ബസ്സിൽ വന്നിറങ്ങിയടാ പാവം മുണ്ട കൊടുത്തിട്ട് ഇങ്ങനെ മുണ്ട കൊടുത്ത് വില്ലനാണ് മെയിൻ വില്ലനാണ് മുട്ടയൊക്കെ അടിച്ച് പിന്നെ ഇങ്ങനെ ഇരിക്കണം കൊമ്പം ഇത്രയുള്ള മീച്ചാണ്. വണ്ടിയിൽ എല്ലാവരും ഉണ്ട്. പുള്ളിയെ തുറന്നു. പുള്ളി വണ്ടിയുടെ വെളിയിൽ ഇങ്ങനെ നിൽക്കാൻ കവർ കൊണ്ട്. അപ്പൊ ചോദിക്കണം എവിടെ പോയിരുന്ന ഇത്ര നേരം ചോദിക്കണം. നീയാണ് പ്രസാദ്. പുള്ളി വരുവാണ് പേടിച്ച്. എവിടെ പോയിരുന്ന ഇത്രയും ലേറ്റ് ആയിട്ട്? ഓല പടയാ ഉണ്ടായിരുന്നു. മെയിൻ വില്ലൻ പറയണു ഓല പടയാ. സത്യം ഇയാളെ കാണുമ്പോ പേടിച്ചത്. പിന്നെ അണ്ണനെ കാണുമ്പോ ചിരിക്കും. ഇവരിതുവരെയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. അപ്പം ഇത്തവണ നമ്മളിതാ ദിവാലിയായിട്ട് ഷോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആരാണ് ബെസ്റ്റ് മികച്ച കൗണ്ടർ അടിച്ചിരിക്കുന്നത്, മികച്ച ചളി എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ഒരു ചളി ഇതൊക്കെ ഒന്നും വേണ്ട, കൗണ്ടർ ഒന്നും വേണ്ട. അല്ലല്ല, എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഇവർക്ക് പണി ഞാൻ കൊടുത്തു കഴിഞ്ഞില്ലേ. അന്നോബിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മറ്റേ ഇത് കത്തിക്കാം. ഇവളോട് ചോദിക്കും ചേച്ചി. ഡയന, എന്തോ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ തന്ന ഒരു ചെറിയൊരു ടാസ്ക്? ഞാൻ ഒരിക്കലും മറക്കൂല ചേച്ചി. എന്തെങ്കിലും പൈതലിന്റെ അതെ ശ്രീവിദ്യ ചേച്ചി ഞാൻ ഇതുവരെ കഴിഞ്ഞില്ല ചേച്ചി. കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും 4 ദീപാവലിയാണ്. നമുക്ക് ഇത് തിരി കൊടുക്കാം. മോൾ ഇതൊക്കെ ചെയ്തോളൂ. അഖിൽ എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക്? നല്ല ടാസ്ക് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓല പടയണതാ. അപ്പൊ എല്ലാവർക്കും ഇന്ന് എന്താ പറയാ നമ്മളൊരു തുടക്കം തിരി കൊളുത്തി തന്നിട്ടുണ്ട്. നാളെയാണ് ദീപാവലി. അപ്പോൾ അമൃത ടിവിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹാപ്പി ദീപാവലി.